അപ്പോൾ ഗായ്സ് നമുക്ക് അടിപൊളി ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കായം, ഉലുവാപ്പൊടി, ലേശം ശർക്കര, മുളക് പൊടി 2 ഉണ്ട്, കാശ്മീരി സാദാ, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാത്രം ചൂടായി അടുപ്പിൽ വെച്ച് നമുക്ക് അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല അടിപൊളി ആട്ടെണ്ണയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. അത് പൊട്ടുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് എല്ലാം പൊട്ടി നമുക്കിനി അടുത്ത് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നല്ല മൂത്ത് വരും കേട്ടോ. അപ്പോൾ നല്ല മൂത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചീത്തയായി പോകും കേട്ടോ. അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്കിലെ ഉപ്പ് കൊടുക്കുന്നത് എല്ലാം ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ പച്ചമുളക് മൂത്തതുപോലെ വെളിച്ചെണ്ണ മൂക്കണ്ട, ഒരു ഹാഫ് കുക്ക് മതി കേട്ടോ. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. കാശ്മീരി പച്ചമുളക് ഉള്ളതുകൊണ്ട് എരിയുണ്ട്. അപ്പോൾ കാശ്മീരി മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഉലുവപ്പൊടി, കായപ്പൊടി, ലേശം ശർക്കര. കണ്ടോ? പിന്നെ ഇതിലെന്താണ് വെളുത്തുള്ളിയുടെ ഹൈലൈറ്റ്? വിനാഗിരി. അപ്പോൾ നമുക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? വാവ്, എന്തൊരു ഭംഗി. ഇനി നമുക്ക് ടേസ്റ്റ് കൂടി നോക്കാം. അടിപൊളി അച്ചാർ റെഡി. പലതരത്തിൽ എല്ലാവരും വെളുത്തുള്ളി അച്ചാർ വയ്ക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. ഗൈസ്, അടിപൊളി വെളുത്തുള്ളി അച്ചാർ റെഡി. അപ്പോൾ ഗൈസ് കണ്ടോ, ഞാൻ നല്ല ഉപ്പ് നോക്കി, നല്ല ആവശ്യത്തിന് എരി, ഉപ്പ് മധുരം എല്ലാം ഉണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതില്ലാത്ത ചോറൂണില്ലാന്ന് തോന്നും കേട്ടോ. അപ്പോൾ ബായ്.